LDF പൊട്ടിത്തെറിയുടെ വക്കിൽ LDF രണ്ടായി പിളരുന്നു എന്നീ വാർത്തകളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴാ പന്ന്യൻ രവീന്ദ്രൻ അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. വിട്ടുവീഴ്ചയ്ക്കില്ല. രാജ്യസഭാ സീറ്റ് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അവർക്ക് നിയമസഭാ സീറ്റ് ഞങ്ങളെക്കാൾ കുറവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് മാത്രമല്ല CPM-നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് CPI രംഗത്ത് വന്നിരിക്കുകയാണ്. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച CPIയും കേരള കോൺഗ്രസ് എമ്മും രംഗത്തെത്തിയതോടെ അടുത്ത LDF യോഗം നിർണായകമാകുമെന്ന് ഉറപ്പായി. ഇരു പാർട്ടികളെ സംബന്ധിച്ചും അഭിമാന പ്രശ്നമാണ് രാജ്യസഭാ സീറ്റ്. CPM നേതാവ് എളമരം കരീം, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ കാലാവധി തീരുന്നതിനാൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ രണ്ടുപേരെയാകും LDFന് ജയിപ്പിക്കാനാവുക. അമ്പിനും വില്ലിനും എടുക്കാതെ CPIയും കേരള കോൺഗ്രസും നിൽക്കുന്നതിനിടെയാണ് CPIയുടെ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പാർട്ടി നിലപാട് പ്രമുഖ മാധ്യമത്തിലൂടെ മനസ്സ് തുറന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. LDF ഇതൊക്കെ ചർച്ച ചെയ്ത് ഔദ്യോഗികമായി തീരുമാനിക്കുമെന്നാണ് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് ആവശ്യപ്പെടാം. സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അവർ മാത്രമല്ല, മുന്നണിക്കുള്ളിൽ ഒരു അസംബ്ലി സീറ്റുള്ള പാർട്ടി പോലും രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഒരു വിട്ടുവീഴ്ചയ്ക്കും CPI തയ്യാറല്ല. CPIയെ സംബന്ധിച്ച് രാജ്യസഭാ സീറ്റ് പ്രധാനപ്പെട്ടതാണ്. അത് വിട്ടുകളയാനാകില്ല. ദേശീയ പാർട്ടികൾക്ക് അംഗീകാരത്തിന് പ്രധാനപ്പെട്ട ഘടകമാണ് രാജ്യസഭാ സീറ്റ്. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ വീതം വയ്ക്കുന്നത് പോലെ ഇത് നടക്കില്ല. CPM-ന് വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നാണ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത്. ജോസ് കെ മാണിയെ എവിടെയാണ് അക്കോമഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ആലോചിച്ച് തീരുമാനിക്കട്ടെ. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണെന്നാണ് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത്. രാജ്യസഭയിൽ ഞങ്ങൾക്ക് 3 MPമാരുള്ള അവസരമുണ്ടായിരുന്നു. അവർക്ക് നിയമസഭാ സീറ്റുകൾ ഞങ്ങളെക്കാൾ കുറവല്ലേ? അതുകൂടി നോക്കണ്ടേ? പിന്നെ LDF യോഗം നടക്കുമ്പോൾ മാധ്യമങ്ങൾ പറയുന്ന പ്രശ്നമൊന്നും അവിടെ ഉണ്ടാകില്ല എന്നാണ് പന്ന്യൻ പറയുന്നത്. CPM വിരട്ടുമ്പോൾ മാണി വിഭാഗം അനുസരിക്കുമെന്നാണോ എന്ന ചോദ്യത്തിന് അതൊന്നും ചുഴിഞ്ഞാലോചിക്കേണ്ട ഉചിതമായ തീരുമാനം LDFൽ ഉണ്ടാകുമെന്നാണ് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നതെങ്കിൽ പോലും ചോദ്യങ്ങൾ നിരവധിയാണ്.